ഹരികൃഷ്ണ, ഇന്ന് ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ 190-ാം ജന്മവാർഷികമാണ്. 1836 ഫാൽഗുന മാസത്തിലെ ശുക്ലപക്ഷ തിഥിയ തിഥിയിലാണ് അദ്ദേഹം ജനിച്ചത്. എല്ലാ വർഷവും അദ്ദേഹത്തിൻ്റെ ജനനദിനം രാമകൃഷ്ണ ജയന്തിയായിട്ട് ആഘോഷിക്കുന്നു. ഇന്ത്യയിലെ ആധ്യാത്മിക ഗുരു പരമ്പരയിലെ ഒരു ശ്രേഷ്ഠ വ്യക്തിത്വമാണ് ശ്രീരാമകൃഷ്ണ പരമഹംസർ. കൽക്കട്ടയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം. തികഞ്ഞ കാളി ഉപാസകനായ അദ്ദേഹം കാളീദേവിയെ സ്വന്തം മാതാവായി കണ്ടു പൂജിച്ചിരുന്നു. ജീവിതത്തിലെ ഭൂരിഭാഗം സമയവും ദക്ഷിണേശ്വരത്തെ കാളീക്ഷേത്രത്തിലെ പൂജാരിയായിരുന്നു അദ്ദേഹം. ഒരു പ്രാവശ്യമെങ്കിലും കാളീമാതാവിൻ്റെ ദർശന ഭാഗ്യം കിട്ടാൻ കഠിനമായ തപസ് അനുഷ്ഠിച്ചിട്ടും ദർശനം ലഭിക്കാതിരുന്നത് കാരണം അദ്ദേഹം മരണം വരിക്കാൻ ഒരുങ്ങുകയും അപ്പോൾ കാളീമാതാവ് വിശ്വരൂപിണിയായി പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. ലൗകിക ജീവിതത്തിനോട് വിരക്തി തോന്നിയ അദ്ദേഹം തന്നെ തിരഞ്ഞെടുത്ത ശാരദാമണിയുമായിട്ട് വിവാഹം നടത്തി. വിവാഹ സമയത്ത് പരമഹംസർക്ക് 18 വയസ്സും ശാരദാമണിക്ക് 5 വയസ്സുമായിരുന്നു. ശാരദാമണിക്ക് പരമഹംസർ ദൈവതുല്യനായിരുന്നു. പുണ്യമാതാവായിട്ടാണ് ശാരദാദേവിയെ അദ്ദേഹം കണ്ടിരുന്നത്. ഈശ്വര സാക്ഷാത്കാരത്തിന് മതങ്ങളല്ല, കർമ്മമാണ് പ്രധാനമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എല്ലാ മതപദ്ധതികളും എത്തിച്ചേരുന്നത് ഒരേ ലക്ഷ്യത്തിലാണെന്ന് പൂർണ്ണ ബോധം അദ്ദേഹത്തിനുണ്ടായിരുന്നു. താൻ പഠിച്ച കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ലളിതമായി പറഞ്ഞു കൊടുക്കാനുള്ള അസാമാന്യ കഴിവുണ്ടായിരുന്നു അദ്ദേഹത്തിന്. ശ്രേഷ്ഠരായ നിരവധി ശിഷ്യന്മാർ അദ്ദേഹത്തിനുണ്ടായിരുന്നു. സ്വാമി വിവേകാനന്ദൻ, സ്വാമി ബ്രഹ്മാനന്ദൻ, സ്വാമി ശാരദാനന്ദൻ, സ്വാമി അഭേദാനന്ദൻ എന്നിവർ അവരിൽ ചില പ്രമുഖർ മാത്രമാണ്. രാമകൃഷ്ണ പരമഹംസരുടെ ആദർശങ്ങൾ പ്രചരിപ്പിക്കാനായി സ്ഥാപിച്ചതാണ് രാമകൃഷ്ണ മിഷൻ. നിരവധി പേരെ ആത്മീയ ഉണർവിനും സാക്ഷാത്കാരത്തിനും പ്രേരിപ്പിച്ച ഒരു മഹത് വ്യക്തിത്വമാണ്. ഗുരുതുല്യനായി കാണുന്ന രാമകൃഷ്ണ പരമഹംസരുടെ പാദങ്ങളിൽ കൂടി നമസ്കാരം. കുട്ടിക്കാലത്ത് ആ ആശ്രമത്തിൽ ഒരുപാട് ഓടി നടന്ന് നാമങ്ങൾ ചൊല്ലുകയും രാമകൃഷ്ണ പരമഹംസരുടെ ഒരുപാട് കീർത്തനങ്ങൾ ആലപിക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ രാമകൃഷ്ണ ശരണം എന്നുള്ള ആ ഒരു കീർത്തനവും ചൊല്ലിയിടണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എല്ലാവർക്കും രാമകൃഷ്ണ ജയന്തി ആശംസകൾ.